നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ആദ്യത്തെ സംഭവമായിരിക്കാം ഒരു സിവിൽ സർവീസ് രാഷ്ട്രീയ പ്രണയകഥ. ഈ പ്രണയകഥയിലെ മുഖ്യ കഥാപാത്രങ്ങളായ ദിവ്യയും ശബരിനാഥുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ശബരി, ഇനി ഉത്തരവാദിത്തങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ വരികയാണ്. പക്ഷേ ഇതുവരെ നടന്ന പോലെ ഒന്നും ഇനി നടക്കാൻ പറ്റില്ല. അത് ഇനിയിപ്പോൾ ഇംഗ്ലീഷ് സീരിയൽ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അത് അവസാനിച്ചിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം അവസാനിക്കുകയാണ്. കയ്യില് ചെറിയ വിശ്വസിക്കുന്നു. ഞാൻ ദിവ്യോട് ഞാനിത് ചോദിക്കുന്നത് വെച്ചാൽ ശബരിയുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടൊരു MLA-നോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ്. അപ്പൊ അയാൾക്ക് പുറമേക്കാളുടെ പേര് പറയുന്നത്, ഈ ശബരിനെ എങ്ങനെയാണ് ഇങ്ങനെ റൊമാൻറ്റിക് ആക്കി ദിവ്യ മാറ്റിയത്? കുറച്ച് പണിപ്പെടേണ്ടി വന്നു കേട്ടോ. ഞാൻ അറിഞ്ഞിരിക്കുന്നത് ദിവ്യയുടെ പാട്ടുകള് വലിയ ഇമ്പാക്ട് ശബരിയെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നതിന്. കറക്റ്റല്ലേ? ദിവ്യ എന്നുള്ള ഗായികയ്ക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു. ഏത് പ്രണയഗാനാണ് ദിവ്യ ആദ്യം ശബരിക്ക് വേണ്ടി പാടിക്കൊടുത്തത്? ഇരുവർ എന്നുള്ള ഒരു ചിത്രത്തിലെ എടുത്തമ്മ. ആ പാട്ടിന്റെ ലിറിക്സിൽ തന്നെ ഉണ്ട്, മംഗവാഴ്മിണി അമ്പുകൾ എൻ മാർതുലത്തെ തന്നെ. അത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉള്ള ഒരു പാട്ടാണത്. അങ്ങനെയാണ് പ്രണയമാഭിനിയുടെ ഗ്രാഫ് കൂടിയത്. അനിയത്തിയോട് ചോദിക്കാനുള്ളത്, രണ്ടുപേരും ഒരുപാട് തിരക്കുകളുള്ള വ്യക്തികളാണ്. തിരക്കുകളുടെ മേൽ തിരക്കുകളാണ് രണ്ടുപേർക്കും. അങ്ങനെയുള്ളപ്പോൾ ഇനി ഭാര്യ എന്ന ഒരു അധിക ഉത്തരവാദിത്വവും ഭർത്താവെന്ന അധിക ഉത്തരവാദിത്വവും കൂടി വരുമ്പോൾ ഈ രണ്ട് തിരക്കുകളും കൂടി എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നോക്കിക്കാണുന്നത്, അതിനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് അനിയത്തിയോട് ചോദിക്കാനുള്ളത്. അനിയനോട് ചോദിക്കാനുള്ളത്, ഇത്രയും നാളായി ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അനിയൻ എപ്പോഴും ഒരു പ്രേമത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ ഉള്ള സങ്കല്പങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അധികം സംസാരിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. ഒരുപാട് വിവാഹാലോചനകൾ വന്നപ്പോഴും ഒക്കെ അതിൽ നിന്നൊക്കെ തെന്നി മാറി പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രണയ വിവാഹത്തിലോട്ട് പോകുമ്പോൾ ഇച്ചിരി കൂടി റൊമാൻറ്റിക് ആകണം എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ശബരി ചേച്ചിയുടെ വക നല്ല ചോദ്യങ്ങളാണ്. അതിൽ ഒരു ചോദ്യം ദിവ്യയോട്, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ശബരി എന്നുള്ള വ്യക്തിയുടെ സഹധർമ്മിണിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാനസികമായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് മന്നി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഒരു പൊസിഷൻ എന്ന് എല്ലാവരും പറയുന്ന ഒരു സംഭവം എന്നുള്ളത് എല്ലാവർക്കും അവരവരുടെ പൊസിഷൻ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഏതൊരു പൊസിഷന്റെ ആയാലും ഉത്തരവാദിത്വം പോലെയാണ് ഈ രണ്ട് പൊസിഷന്റെയും ഉത്തരവാദിത്വം. വളരെ പ്രസക്തമായ വളരെ പ്രസക്തമായ ഒരു ചോദ്യം, എന്തുകൊണ്ട് ശബരി കുറച്ചും കൂടി റൊമാൻറ്റിക് ആയിക്കൂടാ? ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളെ പോലുള്ള പ്രേക്ഷകരെ പോലുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ ശബരിക്ക് പറയാമായിരുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ചോദിക്കുക, എന്തോന്നാ ഇത്, കുറച്ചും കൂടി ഒന്ന് റൊമാൻറ്റിക് ആയിക്കൂടെ? എല്ലാവർക്കും അവരോട് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു പക്ഷേ ഈ സ്റ്റൈലായിരിക്കും ദിവ്യക്കും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. അതല്ലേ ഇവിടെ ഒരു അത് വെറുതെ പറയണത്. ദിവ്യക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയി കിട്ടണം എന്നാണ് ദിവ്യ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഉറപ്പായിട്ട് ദിവ്യയുടെ മുഖത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നത്. നമുക്കിപ്പോ ഈ ചിലർക്കൊക്കെ ടെക്നിക് കളറിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ചിലർക്കൊരു റെട്രോ ഈസ്റ്റ്മെൻ കളറിലുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ശബരിയുടെ ആ ഒരു റെട്രോ മൂഡും തീമും ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരി പക്ഷേ ഈസ്റ്റ് മാനൊക്കെ വിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക്
ഞാൻ ഭയങ്കര ഓൾഡ് സ്കൂളാണ് ഒത്തിരി കാര്യങ്ങൾ. അതിനൊരു പ്രത്യേക ഒരു എൻജോയ്മെന്റ്. ഒരു ഒരു ബോറനാണെന്ന് ആരും പറയില്ല. തന്നെ തമാശകൾ, രസങ്ങൾ, വൈവിധ്യമായുള്ള കാര്യങ്ങൾ. പക്ഷെ പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ നമ്മുടെ ഈ ഇവിടെ ഒരു കേരളത്തിന്റെ ഈ 14 ജില്ലകളിൽ എന്തായാലും ഞാൻ കേരളം വിട്ടാൽ നമുക്ക് ബാക്കിയൊന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് വണ്ടി കയറ്റി ഫ്ലൈറ്റ് കയറ്റി വിട്ടേക്കാം. എവിടെയെങ്കിലും അവർ പോയിട്ട് ഒരു പുതിയ സ്കൂളിലേക്ക് പ്രവേശിക്കട്ടെ, ഒരു ന്യൂജൻ പ്രണയത്തിലേക്ക് വരട്ടെ. ഹായ് ദിവ്യ. ദിവ്യയെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഐഡിയൽ സ്റ്റുഡൻറ് എങ്ങനെ ആയിരിക്കണോ അതായിരുന്നു ദിവ്യ സ്കൂൾ ഡേയ്സിൽ. കുറച്ച് പുകഴ്ത്താല്ലേ ദിവ്യയെ പറ്റി ആദ്യം? അല്ല, അവൾ അങ്ങനെ തന്നെ ആയിരുന്നു. സ്കൂളിൽ എപ്പോഴും ടോപ്പറായിരുന്നു, എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നു. പഠിപ്പിസ്റ്റ് എന്നുള്ള ഒരു ലെവലല്ല, എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും ദിവ്യ അന്ന് പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. ദിവ്യ സ്കൂൾ ലീഡറായിരുന്നു. എനിക്ക് ദിവ്യയോട് ചോദിക്കാൻ 2 ചോദ്യങ്ങളുണ്ട്. എൻ്റെ മേഖല ഡബ്ബിംഗ് ആണ്. അപ്പോൾ എൻ്റെ ആ മേഖലയിൽ ദിവ്യ വന്നപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് ദർ? ആൻഡ് അനദർ തിങ് ഇസ്, ദിവ്യ ഡോക്ടറായി, അതൊരു സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എങ്കിൽ പോലും ദിവ്യ ഐസ് ചൂസ് ചെയ്തു. അതും സോഷ്യൽ സർവീസിൻ്റെ ഒരു മേഖലയാണ്. വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു? അതാണ് എനിക്കറിയേണ്ട ഒരു ചോദ്യം. ദിവ്യയുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, ക്ലാസ്മേറ്റ് ആണ്. അതെ, സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലെ ദേവി ഞാനും. അപ്പോൾ ഡബ്ബിംഗ് എന്ന ദേവി പറഞ്ഞത്, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ ചെയ്ത സിനിമയ്ക്കുള്ള ഡബ്ബിംഗ് ഞാൻ സ്വയം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം ശരിക്കും ഞാൻ ദേവിയെ കൂട്ടു വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പിന്തുണയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്. അതെ, ഒരു ആശ്രയത്തിന്. അപ്പോൾ ദേവിയുടെ പ്രസൻസ് വളരെയധികം എനിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡബ്ബിംഗ് ആദ്യം ചെയ്തപ്പോൾ ആദ്യം ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് വന്ന പിന്നെ ഒരു ഫീലിംഗ് എന്നുള്ളത്, ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ഓരോ മേഖലയിലും നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കീർണതയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. രണ്ടാമത്തത്, സ്ക്രീനിലൂടെ നമ്മുടെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് ഡബ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഞാൻ ഡബ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീനിലിങ്ങനെ എൻ്റെ ഫേസ് കാണുകയും അപ്പോൾ എൻ്റെ ശബ്ദം സ്ക്രീനിലൂടെ കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കൗതുകം ഉണ്ടായിരുന്നു. ദിവ്യ നല്ല പഠിപ്പിച്ചായിരുന്നു പറയുന്നുണ്ട്. മാത്രമല്ല, പിന്നെ ഈ കുട്ടി പറഞ്ഞ പ്രകാരം ഈ കുട്ടി പലതും പറഞ്ഞിട്ടുണ്ട് ദിവ്യയെ കുറിച്ച്. രാത്രി മുഴുവൻ പഠിച്ച് രാവിലെ തലകറങ്ങി വീണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഈ ഷോയുടെ സമയം ഒരുപക്ഷെ ഒരു മുഴുനീള സീരിയൽ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ കാര്യം അറിയാം, ശബരിക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയ മുഴുനീള കഥാപ്രസംഗം അടിച്ചിട്ടുണ്ട്. ഏതായിരുന്നു കഥാപ്രസംഗം ദിവ്യ? മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ. അപ്പൊ ആദ്യമായിട്ട് 2ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഒരു സിസ്റ്റർ റൂത്താണ് ഈ ഒരു സംഭവം, ഇങ്ങനെ ഒരു കലയുണ്ടെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പൊ സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളിൽ എൻ്റെ കാർത്തികൻ മാഷ് വരികയും ഒരു ടീച്ചർ എൻ്റെ കൂടെ നിന്ന് വൈകുന്നേരം സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് 6:30 മണി വരെ സ്കൂളിൽ നിർത്തി കഥാപ്രസംഗം പഠിപ്പിക്കുകയും അന്ന് എന്നിട്ട് വീരൻ സ്മാരക കലോത്സവം റോട്ടറിയുടെ യൂത്ത് ഫെസ്റ്റിവലായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു ആദ്യം പോയി കഥ അവതരിപ്പിക്കുന്നത്. അത് ഭയങ്കര, അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇങ്ങനെ ഒരു വരവേൽപ്പ് ഉണ്ടാവുകയും അതിന് സമ്മാനം ലഭിക്കുകയും അന്ന് സുരേഷ് ഗോപി സാറാണ് സമ്മാനം തരുന്നത്. പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? ചിലതൊക്കെ ഓർമ്മയുണ്ട്. നല്ലതല്ലേ, നമ്മളൊരു റെമിനിസൻസിലേക്ക് പോട്ടെ. റിട്രോ അല്ലേ? നഗരം കടന്ന് നഗരപ്രാന്തങ്ങൾ കടന്ന് അങ്ങകലെ ഗ്രാമാന്തരങ്ങളിലേക്കുള്ള വീഥികളിലൂടെ മൈക്കൽ ആഞ്ചലോ നടന്നു മറഞ്ഞു. മൈക്കൽ ആഞ്ചലോ എവിടെ പോയി? ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. കർദിനാൾമാരോടു ചോദിച്ചു യേശുവിൻ ചിത്രമെമ്മട്ടായിരിക്കും. കർദിനാൾമാരോടു ചോദിച്ചു യേശുവിൻ ചിത്രമെമ്മട്ടായിരിക്കും. ഓ, തകർത്തു. ശബരി നെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ശബരിയുടെ മനസ്സിൽ വന്നപ്പോ സമ്മിശ്ര വികാരമാണ്.
ഈ ദിവ്യക്ക് ഇത്രയും ഓർമ്മശക്തിയാണ് എന്റെ കാര്യം പോക്ക. എല്ലാം ഓർത്തിരിക്കും. എല്ലാം ഓർത്തിരിക്കും കേട്ടോ. പ്രശ്നമുണ്ട് കേട്ടോ. കഥാപ്രസംഗം കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് എന്റെ പേര്. അപ്പൊ നല്ലൊരു ഖാദിക കൂടിയാണ്. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ ദിവ്യയുടെ കഴിവുകളുടെ പ്രതലങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. ഖാദികനല്ല, കലാകാരനല്ല ഞാൻ. ദിവ്യ ഇനി അഥവാ ഒരു പക്ഷേ സിനിമ എന്നുള്ളത് ദിവ്യക്ക് വഴങ്ങുന്ന ഒരു സംഭവമാണ്. ഇനി ഒരു മുഴുനീള നായിക വേഷമൊക്കെ ആരെങ്കിലും ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോവും. എന്താ പറയുക, ഒരു കമേഴ്ഷ്യൽ ഹീറോയിൻ ആവാനുള്ളതല്ല എൻ്റെ താല്പര്യം. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ അതിനെ തെളിയിക്കുന്നതാണ്. അപ്പം എൻ്റെ ജോലിയുടെ ഭാഗമായി അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ ഭാഗമായി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള റോളാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കും. ഒരു കോസുമായി ബന്ധപ്പെട്ട ഒരു മൂവിയാണെങ്കിൽ. അതല്ലാതെ ഗ്ലാമർ മറ്റേ എല്ലാം ഉണ്ട്, നൃത്തമൊക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരു കൊമേഴ്സ്യലിലേക്ക് വേണേ പോകാവുന്നതാണ്. ശബരിക്ക് ഒരു അഭിഷേകിന്റെ ഒരു കട്ടൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആൾക്കാർ ട്രോൾ ചെയ്യും. എല്ലാം ട്രോൾ ചെയ്യല്ലോ, കേരളത്തിൽ ട്രോൾ ചെയ്യല്ലോ. പറഞ്ഞു ചില രസകരമായി എന്റെ ശബരി എന്നെയൊക്കെ ചില സമയത്ത് പല ആൾക്കാരും അതൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇപ്രാവശ്യം ട്രോൾ ചെയ്യുമ്പോ ബ്രിട്ടാസ് ചേട്ടനും കൂടെ കാണും. അഭിഷേക് ബച്ചനെ പോലുള്ള അങ്ങനെയല്ല. അതായത് ശബരി കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ അഭിഷേക് ബച്ചന്റെ കട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ അതിപ്പോഴേ വരുമെന്ന് തോന്നുന്നു. പക്ഷെ ട്രോളുകൾ നമ്മൾ പല ട്രോളുകളും കണ്ട് ഞാൻ തന്നെ ഞെട്ടി. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പലതും ഈ അടുത്ത കാലത്ത് ഒരു പവനായി ശവമായി തമാശ വെച്ചിട്ട് കുന്തേര നിൽക്കുന്നു കൂടെ നെരൂത. അപ്പൊ പറയുന്നത് കുന്തേര നെരൂതയോട് ചോദിക്കുകയാണ്, ഇത്രയും കാലം നീ കവിതകളൊക്കെ എഴുതിയിട്ടും ഒരാളെങ്കിലും കെട്ടിക്കാൻ നിന്നെ കൊണ്ട് കുന്തേര നെരൂതയോട് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ പലപ്പോഴും രാത്രി ദിവ്യ തന്നെ എനിക്ക് കിട്ടുന്ന ട്രോളെല്ലാം ഞാൻ അപ്പം വാട്സാപ്പിൽ ദിവ്യക്ക് അയക്കും, ദിവ്യ ഇങ്ങോട്ട് അയക്കും. അപ്പം ഈ ഉദയനാണ് താരത്തിനകത്ത് ശ്രീനിവാസൻ പറയും ഈ അമൃഷ് പൂരിയെ വില്ലനാ വേണമെന്ന് പറയും. അപ്പൊ അമൃഷ് പൂരി നിന്നെ ആളെ വിട്ട് തല്ലുമെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ അഭിഷേക് ബച്ചൻ ആളെ വിട്ട് തല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില കുട്ടികളെ പറയാറുണ്ട് പഠിപ്പിസ്റ്റുകളാന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് ശബരിയെ ഞങ്ങൾ കാണുന്നത്. ഒരു പഠിപ്പിസ്റ്റായിട്ടാണ് കണ്ടത്. പക്ഷെ അന്നൊന്നും ഈ പഠിപ്പിസ്റ്റുകളെ ഞങ്ങൾ അടുപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ശബരി അങ്ങനെയല്ല, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൽ പോലും ആ ഫോക്കസ് നിലനിർത്തി എന്നുള്ളതാണ്. വളരെ പ്ലാൻ ചെയ്ത് തന്നെ വളരെ രഹസ്യമായി സൂക്ഷിച്ചു. ശബരിയോട് ഒരല്പം പരിഭവവും ഒരല്പം അസൂയയും ചില കാര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ട്. ഒന്ന്, എനിക്ക് തികഞ്ഞ വൈരാഗ്യബുദ്ധി ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം 2011 അസംബ്ലി ഇലക്ഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാനായിരുന്നു. അതേ അസംബ്ലിയിൽ തന്നെ ബൈ ഇലക്ഷനിൽ ശബരി വീണ്ടും പ്രായം കുറഞ്ഞ 2011 തന്നെ MLA ആയി വന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, 5 മാസം പ്രായം കുറവേ ഉള്ളൂ. ഹൈബിയും ഞാനും തമ്മിലുള്ള ഒരു കണക്ഷൻ, അച്ഛൻ അമ്മയും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ്. മഞ്ചേരി കോളേജ് NSSൽ അമ്മ പഠിപ്പിക്കുമ്പം അച്ഛനും ഹൈബീഡൻ്റെ ഫാദർ മരിച്ചുപോയ ഈഡൻ സാറും കൂടെ ചേർന്നാണ് അമ്മയെ മഞ്ചേരി കോളേജിൽ നിന്ന് ഇറക്കി വന്ന് അന്ന് നമ്മുടെ TK ഹംസ സാറ് കൊടുത്ത 50 രൂപ വെച്ചാണ് അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് വന്ന് കല്യാണം കഴിച്ചത്. വലിയൊരു പശ്ചാത്തലം ഉണ്ട്. നല്ല പഠിപ്പിച്ചായിരുന്നു. ദിവ്യയെ പോലെ തന്നെ ശബരിയുടെ ആ പഠനകാലത്തെ കുറിച്ച് അയവിറക്കാൻ വേണ്ടി ഒരാളും കൂടി വരുന്നുണ്ട്. നോക്കട്ടായിരുന്നു. ശബരിനാഥ് ഈ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. പഠിക്കുമ്പോൾ ഇവിടെ തന്നെയാണ് കഴിക്കാനും എല്ലാം വരുന്നത്. ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പിന്നെ ശബരിനാഥ് ഇവിടെ വന്നിരുന്ന അവരൊരു കൂട്ടം, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂട്ടമായിട്ട് ഇവിടെ വന്നിരുന്ന അസൈൻമെൻറ്റ് എഴുതി അങ്ങനെ ഇവിടെ ഇരുന്നാണ് പഠിച്ചിട്ടുള്ളത് കൂടുതലും. അതുകൊണ്ട് ശബരിനാഥ് നല്ലൊരു അഴിമതിയില്ലാത്ത MLA ആയിട്ട് വരട്ടെ, ഇനി അടുത്ത മന്ത്രി ആവട്ടെ എന്നാണ് ഞാൻ പറയണത്. ഇദ്ദേഹം പറയാതെ പോയൊരു കാര്യമുണ്ട് ദിവ്യ. അത് ദിവ്യക്ക് വേണമെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ കുറെ പറ്റു കൊടുക്കാനുണ്ട് അവിടെ. ഇപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഏറ്റവും ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസ് വരുന്ന ഒരു കോളേജാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച നല്ല രീതിയിൽ പഠിച്ചിറങ്ങിയ ഉയർന്ന ജോലിയുള്ള ആൾക്കാരെല്ലാവരും ചന്ദ്രകണ്ണന്റെ ചായക്കടയിൽ ഇപ്പോഴും പറ്റുള്ള പരസ്യമായ. അപ്പൊ എന്തായാലും എന്നോട് അദ്ദേഹം പറയുന്നത് വെച്ചാല് ഇതിനകത്ത് കൊടുക്കാത്തതിന്റെ കാരണം വെച്ചാൽ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇനി ഇങ്ങനെ കല്യാണം കഴിഞ്ഞാലും എന്റെ ആ പറ്റൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാറ് ഒന്ന് ശബരിയോട് പറയാനൊക്കെ. ഞാൻ തീർച്ചയായിട്ടും പറയാം. ശബരി ചെയ്തില്ലെങ്കിൽ ദിവ്യയെ കൊണ്ട് ദിവ്യ ആ പറ്റ വീട്ടുന്നതാണ്. വരട്ടെ. Hi Shabri and Divya, heartiest congratulations from Bombay.
ഇവിടെ ശബരിയെ ബോംബെയിലെ ഫ്രണ്ട്സ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ശബരിയുടെ ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും സിനിമ കാണാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒന്നും വിടാതെ എല്ലാ മലയാള സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ശബരിക്കും ദിവ്യയ്ക്കും ഈ തിരക്കിനിടയിലേക്ക് സിനിമ കാണാൻ പോകാൻ സമയം കിട്ടാറുണ്ടോ? നിങ്ങളുടെ ട്രിവാൻഡ്രത്തെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്? ശബരിയുടെ ശിവ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്, ബോംബെ ടൈംസ് നെറ്റ്വർക്കിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. അപ്പം ഞാനും ശിവയൊക്കെ ഏത് മലയാള സിനിമ ഉണ്ടെങ്കിലും ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിസ്രാങ്ക് എന്നുള്ള മലയാള സിനിമ ബോംബെ മെട്രോ ആഡ് ലാബ്സിൽ രാവിലെ 9:30 സ്പെഷ്യൽ ഷോ ആണ്. കാരണം റിലയൻസ് ആണ് സിനിമ പിടിച്ചത്, അതുകൊണ്ട് റിലയൻസ് ആ തിയേറ്ററിൽ അത് കളിച്ചു. അന്ന് ആ സിനിമ കാണാൻ ഞാനും ശിവയും മാത്രമേ ഉള്ളൂ. 2 പേർക്ക് വേണ്ടിയും രാവിലെ 9:30 അന്ന് ആഡ് ലാബ്സിൽ ആ പടം ഓടിച്ചതാണ്. അപ്പം സിനിമകളെല്ലാം ഇപ്പോഴും ദിവ്യയും ഞാനും ചേർന്ന് സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. പുള്ളിക്കാരി അവസാനം തിയേറ്ററിൽ കണ്ട പടം ജീവിത നോക്കുകയാണെന്ന് തോന്നുന്നു. ആ ഒരു സിനിമയോട് അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ വലിയൊരു എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. സത്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആളുകൾക്ക് കമ്പനി എന്നല്ല, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു പക്ഷെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും ഒരു തിരുവനന്തപുരത്തെ ഒരു സിനിമാ തിയേറ്റർ എന്നുള്ളത് ഒരിക്കലും ഒരു വിമൻ ഫ്രണ്ട്ലി എനിക്ക് തോന്നിയിട്ടില്ല. അതെ, അപ്പൊ അങ്ങനെ ചെറുപ്പകാലത്തിലുള്ള അനുഭവങ്ങളാണല്ലോ നമ്മുടെ മനസ്സിനൊന്ന് കണ്ടീഷൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് എപ്പോഴും എന്തോ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് എന്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. എന്തായാലും ശബരി മാറ്റിത്തരും. ഒരുപാട് സിനിമകൾ എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം, ഞാനിപ്പോ എല്ലാ സിനിമയും ഫ്രൈഡേ പോയി കാണാറുണ്ട്. ഈ തിരുവനന്തപുരം ഏരീസിലേക്ക് ഇപ്പൊ 10:30 ഷോ ഉണ്ട്. ഞാൻ മണ്ഡലത്തിൽ നിന്ന് എല്ലാം ഓടിക്കഴിഞ്ഞ് ഫ്രൈഡേ ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുത്ത് വിളിച്ചു പറഞ്ഞ് 10:30 പോയി സിനിമ കാണും. പക്ഷെ ഇൻവേരിയബിളി സിനിമ കണ്ട് ഇത്രയും തളർന്നു വരുന്നതുകൊണ്ട് ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോകും. എത്രയോ നല്ല പടം ഞാനിപ്പോ ഈ സെക്കൻഡ് ഷോ കണ്ട് പല സിനിമകളും ഞാൻ മിസ് ചെയ്ത്. അങ്ങനെ ഇപ്പൊ ദിവ്യ വന്നതിന് ശേഷം ഒന്ന് ഒരുപക്ഷെ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് എന്തായാലും ആ ഒരു വിടവ് നിങ്ങൾ നികത്തണം. എന്താ കാരണം വെച്ചാൽ സിനിമ എന്നുള്ള പ്രത്യേകിച്ച് ദേവി ശബരി മറ്റു നല്ല സിനിമകൾ ആസ്വദിക്കുന്ന ഒരാളും കൂടിയാണ്. എനിക്കൊന്ന് ആ മേഖലയിലേക്ക് ദിവ്യനെ നമുക്കൊന്ന് പ്രവേശിപ്പിക്കണം. എന്താ കാരണം വെച്ചാൽ സിനിമയുടെ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സിനിമ അഭിനയം മാത്രമേ പറ്റുള്ളൂ. പക്ഷെ സിനിമ കാണാറുള്ളത് വളരെ സെലക്റ്റീവ് ആയിട്ട് ഞാൻ എടുത്തു വെച്ച് എന്റെ സൗകര്യത്തിനനുസരിച്ച് കാണാറാണ് എനിക്കിഷ്ടം. അപ്പോൾ സിനിമ ഇപ്പോൾ 3 മണിക്കൂർ ഞാനൊരു പുസ്തകം വായിക്കുകയാണെങ്കിലും ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് വായിച്ച് തീരുന്നതിന് മുന്നേ അത് താഴെ വെക്കില്ല എന്നുള്ള ടൈപ്പ് അല്ല. ആ പുസ്തകം ആസ്വദിച്ച് അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ബ്രേക്ക് എടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്ത് അതിനുശേഷം ഞാൻ ബാക്കി വായിക്കാറുള്ളൂ. ഇപ്പോൾ സിനിമ അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു സിനിമ കാണുന്നു എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ അത് എടുത്തു വെച്ച് ഒറ്റയടിക്ക് അത് കണ്ടു തീർക്കണം എന്നുള്ള നിർബന്ധമില്ല. ഫ്ലോ വേണം. പക്ഷെ എവിടെയെങ്കിലും എനിക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് വന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചിലപ്പോൾ പോസ് ചെയ്യും, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇനി ഒരു സെറിബ്രൽ ആക്ടിവിറ്റിയാണ്. ശബരി പലതും ഇനി കാണാതിരിക്കുന്നു. മിക്കവാറും നിങ്ങൾ ഏരീസ് പ്രിൻസ് സിനിമ കാണാൻ പോകും, ഭാഗ്യത്തിൽ സ്റ്റോപ്പാക്കാൻ പറയും. ഞാൻ കുറച്ചു നേരം ഒന്ന് തിയേറ്ററുകാർ ഒരുപാട് പഴശ്ശിയുടെ കളികൾ ഇനി കമ്പനി കാണാൻ നമ്മൾ ഓരോ ദിവസവും ഒരു പ്ലാൻ ഇട്ടാൽ അത് കൃത്യമായി എന്താണ് ആ പ്ലാൻ, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആശയം തരുന്നു. അവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് കൂടെയുള്ള ടീമിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നു. പലപ്പോഴും നമുക്ക് പണനഷ്ടം വന്നപ്പോൾ ആർക്കാണ് നഷ്ടം വന്നത് അവരെ കണ്ടുപിടിച്ച് ആ പണം അവർക്ക് കൊടുക്കാനൊക്കെ കാണിക്കുന്ന ഒരു വലിയ മനസ്സ്, അത് ഞാൻ ഒരിക്കലും ഇത്രയും കാലം എൻ്റെ 17 വർഷത്തെ സർവീസിനിടയിലൊന്നും കാണാത്ത ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് എത്തി കോട്ടയത്തിൻ്റെ സ്വന്തം മകളായി മാറിയ മാമിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇത്രയും കാലം ഇതുപോലെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരു ഭവനത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇതുപോലെ ഇത്രയും നാളും ചെയ്തതുപോലെ തന്നെ ഒരു പ്രവർത്തനത്തിൽ സജീവമാകാനാണോ മാമിൻ്റെ ആഗ്രഹം? ആ ചോദ്യങ്ങളിലൊക്കെ എന്തൊക്കെ ഒരുപാട് അണ്ടർ ടോൺസ് കൊണ്ടുണ്ട്. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ സിവിൽ സർവീസിൽ നിന്ന് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള രാഷ്ട്രീയ ഭൂമിയിലേക്ക് വേണമെങ്കിൽ ദിവ്യക്ക് പോയിക്കൂടെ എന്നൊക്കെയുള്ള അല്ലേ, അങ്ങനെയൊക്കെയുള്ള ചില ഓവർ ടോൺസ് ഉണ്ട്. ജേക്കബ് ഇപ്പൊ ബ്രിട്ടാസേട്ടൻ പറഞ്ഞ ഉദ്ദേശങ്ങളൊക്കെ ജേക്കബിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ലളിതമായ ഒരു മനുഷ്യനാണ്. പക്ഷെ എങ്കിൽ പോലും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഞാനിപ്പോ എന്റെ കർമ്മ മേഖലയിൽ സംതൃപ്തയാണ്. ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. അതെ, ഒരുപാട് സംഭാവന ചെയ്യാനും ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തെ എന്താ പറയാ സ്പർശിക്കുവാനും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. അതാണ് ഈ പ്രൊഫഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വരട്ടെ, ഒരു കീഴ് ജീവനക്കാരൻ എന്ന നിലയിൽ, സബോർഡിനേറ്റ് എന്ന നിലയിൽ കാണാതെ സഹപ്രവർത്തകൻ എന്ന നിലയിലോ സഹോദരനെ പോലെയോ
അങ്ങനെ ഒരു കാറ്റഗറിക്കലായ വേർതിരിവില്ലാതെ എല്ലാവരെയും കാണാൻ കഴിയുന്ന ഒരു മനസ്സ് ദിവ്യ മാഡത്തിനെ സംബന്ധിച്ചുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 5 പേരെ ടീമിലുണ്ടെങ്കിൽ 5 പേരിൽ ഒരാളായി നിന്ന് ആ ജോലി ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണുള്ളത്. ശബരി ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ദിവ്യ പങ്കെടുത്തിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാല് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോ സ്ഥാനാർത്ഥിയല്ലേ, സ്ഥാനാർത്ഥി എന്നുള്ളൊരു ആംഗിളിൽ ശ്രദ്ധിച്ചിരുന്നു. വാർത്ത കാണുമ്പോൾ നല്ല പാട്ടാണ്. വേണം ദിവ്യക്ക് വേണമെങ്കിൽ 2 പേര് പാടി കൊടുക്കാൻ. നല്ല രസമുള്ളൊരു പാട്ടാണ്. മനസ്സിലെ വർണ്ണങ്ങൾക്കെല്ലാം ചിറകേകാം നിമിഷം വരവാൻ അഴകേറും നാടിൻ ചിത്രം തെളിയട്ടെ നമ്മിൽ നിന്നും. ചിറകേകാം സ്വപ്നങ്ങൾക്കും കരുത്താകും സമ്മതിദാനം. നൽകാം ഓരോ ഓട്ടും കരുത്താകും സമ്മതിദാനം. മനസ്സിലെ വർണ്ണങ്ങൾക്കെല്ലാം ചിറകേകാൻ നിമിഷം വരവാൻ അഴകേറും നാടിൻ ചിത്രം തെളിയട്ടെ നമ്മിൽ നിന്നും. ദിവ്യ, ഈ അടുത്ത തെരഞ്ഞെടുപ്പില് ദിവ്യ പാടുന്ന ഈ പാട്ട് പിന്നെ ശബരി മണ്ഡലത്തിൽ പ്ലേ ചെയ്തിട്ട് ഇത് എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാട്ടായിരുന്നു എന്ന് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥയായിട്ട് ആ ചോദ്യം കേട്ടത്. ദിവ്യ എൻ്റെ അടുത്ത് മ്യൂസിക് കൊച്ചുനാളില് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടും. ദിവ്യയാണെങ്കിൽ ദേഷ്യത്തിൻ്റെ മുഖം പ്രകടിപ്പിക്കുകയോ അല്ല കരഞ്ഞു കാണിക്കുകയോ അല്ല കണ്ണീര് വരികയോ ഒന്നും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെ സംഗീതം പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിക്കും നമ്മൾ ഇന്ന് കുട്ടീനെ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലോ, അപ്പോൾ മേ ബി നാളെ വരൂലായിരിക്കും എന്ന് വിചാരിച്ചാൽ അടുത്ത ദിവസം രാവിലെ പിന്നെയും ദിവ്യ വന്ന് പഠിക്കാൻ വേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ എന്തൊരു ചെറിയ കുട്ടിയാണ്. നമ്മൾ ദേഷ്യപ്പെട്ടാലും ഒന്നുകിൽ പിള്ളേർ ദേഷ്യപ്പെടും, ഇല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് കാണിക്കും, ഇല്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ പോകുമ്പോൾ പറയാതെ അങ്ങ് പോവും. പക്ഷെ ദിവ്യ അങ്ങനെയല്ല. വളരെ ഞാൻ പറഞ്ഞ 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആ സ്വഭാവമാണ്. വളരെ അപ്പളെ മെച്ചോർഡാണ്. അപ്പൊ എന്റെ എന്ന കാര്യം ഗ്രഹിക്കുക, അതാണ് അവളുടെ ഫോക്കസ്. ശബരി രക്ഷപ്പെട്ടു. ഞാൻ കുറച്ച് വഴക്കെടുത്താലും പ്രശ്നമില്ല. സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ടീച്ചറാണ് പിന്നെ ദിവ്യനെ ഗായിക പട്ടത്തിലേക്ക് നയിച്ചത്. ടീച്ചർ എന്റെ ഇടയ്ക്ക് ഒരു ആഗ്രഹം കൂടെ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു പാട്ട് ടീച്ചറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഹരിഹര സുതനേ കരുണയുടൻ നീ, ഹരിഹര സുതനേ കരുണയുടൻ നീ, അടിയാർகளை காக்க விரைவினில் வருவே. ஹரிஹர சுதனே சிறியோர் எங்களை காத்திடவே நீ, சிறியோர் எங்களை காத்திடவே நீ, சித்தமிறங்கி இந்த சந்நிதி முன்னே. ஹரிஹர சுதனே மானிடரை காக்க மாநிலத்தில் வந்து மகிழ்வுடன் பந்தளராஜன் மைந்தனாய் அமைந்தே. மானிடரை காக்க மாநிலத்தில் வந்து மகிழ்வுடன் பந்தளராஜன் மைந்தனாய் அமைந்தேர். தயவுடன் அவர் மனைவி சங்கடம் தீர்த்தீர். தயவுடன் அவர் மனைவி சங்கடம் தீர்த்தீர். தயவுடன் அவர் மனைவி சங்கடம் தீர்த்தீர். சகலரையும் காக்கும் சபரிமலை ஈஷா. சகலரையும் காக்கும் சபரிமலை ஈஷா.
ശബരി എല്ലാരും കാക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ ഈ കൊച്ചു പെങ്ങളെയും കൂടെ കാത്തോളം കേട്ടോ. ഞാൻ യഥാർത്ഥത്തിലൊരു അയ്യപ്പ ഭക്തയാണ്. അപ്പൊ ഞാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ് അയ്യപ്പനെ. കുഞ്ഞുനാള് മുതലേ കൊണ്ട് നടക്കുന്നതാണ്. നടക്കാൻ പോവാണ് ഇനി. അല്ലെ, ഇതുവരെയും കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു. അതെ, അല്ല ഇത് അങ്ങനെ ഒരു അയ്യപ്പന്റെ ഇത് ആരും ഞാൻ ഇട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അയ്യപ്പന്റെ മോതിരാണല്ലേ? ഇത് എത്ര കാലമായിട്ടുണ്ട്? ഇതൊരു ഞാൻ 10ാം ക്ലാസ് മുതൽ ഇട്ട് തുടങ്ങിയതാണ്. അതെ, ഞാനിതൊരു ഒരു അയ്യപ്പന്റെ മോതിരം ശബരിമലയ്ക്ക് പോകുന്ന സമയം അല്ലാതെ ഇങ്ങനെ ഇട്ട ഒരാള്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എവിടെയൊക്കെ സിങ്ക് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള സിങ്ക് ഉണ്ട് നിങ്ങൾ തമ്മിൽ. എന്താ കാരണം വെച്ചാൽ മൂകാംബികയും പിന്നെ ദിവ്യയ്ക്ക് വളരെ വേണ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ക്ഷേത്രം മൂകാംബികയാണ്. അച്ഛനുള്ള സമയം തൊട്ട് എല്ലാ ഓണത്തിനും എത്രയോ കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂകാംബികയിലാണ്. ഞാൻ അച്ഛൻ പോയതിനു ശേഷം മൂകാംബികയിൽ പോയിട്ടുമില്ല. ദിവ്യയ്ക്കും ഏറ്റവും വിശ്വാസമുള്ള, ഞാൻ ഓരോ പുസ്തകം എഴുതുന്നതിന് മുൻപേയും മൂകാംബികയിൽ പോയിട്ട് അവിടെ സമർപ്പിച്ചിട്ടാണ് ഓരോ പുസ്തകം ഇതുവരെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതം എന്നുള്ള പുസ്തകത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കുമ്പോഴും അവിടെ വെച്ച് തന്നെ അത് തുടങ്ങണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പക്ഷേ നിങ്ങളുടെ ആ ഭക്തിയും അതിൽ സംബന്ധിച്ചുള്ള സമയങ്ങളും നിങ്ങളുടെ വരും ജീവിതത്തിലും അതിന്റെ സ്വാധീനം ചെലുത്തട്ടെ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഒരാള് നമ്മളോട് എന്തോ സംസാരിക്കാൻ പറ്റേ. ശബരി ചേട്ടാ, ചേട്ടനും സുഖം തന്നെയല്ലേ? ഞാൻ ശബരി ചേട്ടനെ വിളിക്കാറുണ്ട്. എന്നെ മിസ് കോൾ കണ്ടാൽ ചേട്ടൻ തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഇത്രയും തിരക്കുള്ള ചേട്ടനല്ലേ, ഞങ്ങളെ പോലുള്ളവർ വിളിക്കുമ്പോൾ ചേട്ടനൊരു ബുദ്ധിമുട്ടായി തോന്നുമോ? അതോ മണ്ഡലത്തിലുള്ളവരെ പിടക്കരുത് എന്ന് കരുതിയാണോ ചേട്ടൻ ഫോൺ എടുക്കുന്നത്? ശ്രീരഞ്ജിനി മണ്ഡലത്തിലെ ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ ഒരാളാണ്. ഉപതെരഞ്ഞെടുപ്പ് സമയം മുതലേ നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. അപ്പൊ എനിക്ക് നമ്മൾ വീട്ടിൽ ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തുന്ന പോലെ ഞാൻ ദിവ്യയോട് ഇങ്ങനെ ഓരോ ബന്ധുക്കളെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ശ്രീരഞ്ജിനിയുടെ രണ്ടാമത്തെ ഭാവം ഞാൻ വെട്ടിക്കളഞ്ഞു. അത് ഞാൻ തന്നെ ചോദിക്കാൻ വിചാരിച്ചു. പക്ഷേ ദിവ്യ ചേച്ചിയെ കിട്ടിയ ശേഷം ഇപ്പൊ വിളിയുടെ എണ്ണം കുറഞ്ഞു. അയ്യോ, അത് വെറുതെയാണ് കൊള്ളാം. വെള്ള മനസ്സിന് കള്ളമില്ല ഒരിക്കലും. അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയില്ല, എനിക്ക് ഉറപ്പുണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ആത്മബന്ധങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ട്. അപ്പൊ ദിവ്യയ്ക്ക് ഇടയ്ക്കൊക്കെയുള്ള ഒരു പരാതി, രാത്രി സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഒരാള് ഒരു 10:30 വിളിക്കുകയാണെങ്കിലും ഞാൻ ദിവ്യയോട് 2 മിനിറ്റ് തിരിച്ചു വിളിക്കാന്ന് പറയാം. അത് പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഈ പനി സീസണൊക്കെ അതിന് പല ആളുകളും മെഡിക്കൽ കേസിനൊക്കെ വിളിക്കുന്നത്. അറിയുന്നവരെന്നോ അറിയാത്തവരെന്നോ ഒന്നുമില്ല. ദിവ്യക്ക് അത് കുഴപ്പമില്ല. ദിവ്യക്ക് ആ സമയത്ത് ഒന്ന് അതിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം മനനം ചെയ്യാനുള്ള ഒരു ബ്രേക്ക് നമ്മൾ കൊടുത്തു. നല്ല കമ്പനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദിവ്യ ചേച്ചി എന്തെടുക്കുവാ? എൻ്റെ ദിവ്യ ചേച്ചി ഇപ്പം എന്നെ മറന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പം എത്ര ദിവസമായി ചേച്ചി എന്നെ വിളിച്ചിട്ട്? എനിക്കറിയാം ആരാ ഫോൺ വിളിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദിവ്യ ചേച്ചി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശൗര്യ ചേട്ടായി വിളിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പം എന്നെ മറന്നു പോയതാ? അങ്ങനെയൊന്നും മറക്കലെന്നൊക്കെ എനിക്കറിയാം. ദിവ്യ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടല്ല ഞാൻ വെച്ചേക്കുന്നത്. ദിവ്യ ചേച്ചി എന്നെ അങ്ങനെയല്ല ചേച്ചിയെ കരുതി വെച്ചേക്കുന്നത്. അതാ എനിക്കിത് ഉറപ്പായിട്ട് പറയാം. ദിവ്യ ചേച്ചി അന്ന് നമ്മൾ ഇന്ന് ആദ്യം കോട്ടയത്ത് വെച്ച് കണ്ട കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുക. അന്ന് ദിവ്യ ചേച്ചി എന്നെ ദിവ്യ സാറേ എന്ന് വിളിച്ചപ്പം ചേച്ചി എന്നോട് പറഞ്ഞത് എന്നതാ, എന്നെ ദിവ്യ ചേച്ചി എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അത് ആ ഡിസൈനിങ്ങിന് അന്ന് പോയ ഡിസൈനിങ് നടത്തി എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ദിവ്യ ചേച്ചി ഓർക്കുന്നില്ലേ? എനിക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാം. പിന്നെ ശബരി ചേട്ടായി എന്തിയേ? ശബരി ചേട്ടായിക്ക് സുഖമാണോ? ദിവ്യ ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ശബരി ചേട്ടായിയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിവ്യ ചേച്ചിക്ക് ചേരുന്ന ആളാകട്ടോ. അതേ സ്വഭാവമാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തോന്നിയത്. ദിവ്യ ചേച്ചി എൻ്റെ കോട്ടയത്ത് വെച്ച് ഞങ്ങള് ഒരുപാട് ഭിന്നശേഷിയുള്ള മനസ്സിലായില്ല. കണ്ടില്ലേ, കണ്ണുനീര് വന്ന് കണ്ട ശബരി ഇത്രയും കാലമായിട്ട് പിന്നെ ദിവ്യക്ക് കണ്ണുനീര് വരുത്തിയിട്ടില്ലല്ലോ. ഇല്ല ദേവി ജംഗ്ഷനിൽ ഷോയിൽ വരുമ്പോൾ കണ്ണീര് വരുമെന്ന് എനിക്ക് അറിയാം. എന്തായാലും ദിവ്യ ഒരുപക്ഷെ ഇതൊന്നും പറയേണ്ടതില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്കിടയിൽ ആ സിങ്ക് മാത്രമല്ല
സ്വാഭാവികമായിട്ടും ദിവ്യ എന്നുള്ള ഒരു പബ്ലിക് സെർവൻറ്റിൻ്റെ ഒരു വാല്യൂ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സംസാരം അല്ലേ? ഓഫ് കോഴ്സ് വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. അതിൻ്റെ ഒരു ഞാൻ പറയാം. എനിക്ക് ദിവ്യ കല്യാണം വിളിക്കാൻ നമ്മൾ ഒരുമിച്ച് അങ്ങനെ വളരെ കുറച്ച് ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ഒരുമിച്ച് കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ദിവ്യ നിർബന്ധം പിടിച്ച എന്നെയും കൂട്ടി ഈ കല്യാണത്തിരക്കിനിടയിൽ വിട്ടും എറണാകുളം വിട്ടും കല്യാണം വിളിക്കാൻ പോയിട്ടുള്ളത് ഇവിടെ അൽഫോൺസയെ കാണാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കോട്ടയത്ത് കല്യാണം വിളിക്കാൻ വൈകിട്ട് പാലായിക്ക് പോയതാണ്. ദിവ്യ, ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു പക്ഷേ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ കോർപ്പറേറ്റിൽ കുറച്ച് കളിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എപ്പോഴും നിങ്ങൾക്കൊക്കെ എഴുന്നേൽക്കുന്നൊരു അക്കമായിരിക്കും ഇത്. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ദിവ്യക്ക് ആത്യന്തികമായിട്ട് ഒരു സംതൃപ്തിയും സമാധാനവും പകരുന്നത്. വരട്ടെ, വേണമെങ്കിൽ ഞാൻ ഒരു ദൃശ്യം കാണിച്ചു. ദിവ്യ കല്യാണം വിളിക്കാൻ പോയതാണ് കേട്ടാ. ഒരുപാട് ചർച്ച എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് നമുക്കൊരു വ്യക്തതയും ക്ലാരിറ്റി ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഈ വരട്ടെ ദിവ്യയുടെ വേറൊരു വശം ഞാൻ കാണിക്കാം. എന്താ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ CD നിങ്ങൾ നിങ്ങളുടെ സന്തതി പരമ്പരകൾ കൊടുക്കുമ്പോൾ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. വരട്ടെ. With starry eyes and lots of dreams, got onto a stage like this when she was all of 3 years of age, memorizing the nice little story that her mother had meticulously taught her. ദിവ്യയുടെ വേറൊരു ഫാസറ്റാണ്. എന്താണ് പിന്നെ ശബരി, മതിപ്പ് കൂടി വരുവാണോ? ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഇത് കണ്ടതിൽ ഈ വീഡിയോയെ വിമർശിച്ച ഒരൊറ്റ ആളെ ഉള്ളെന്ന് തോന്നുന്നത് ഞാനാണ്. എന്താണ് ദിവ്യ ശബരി വിമർശിക്കാൻ കാരണം? എൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആരംഭം കുറച്ച് ഇറ്റ് വാസ് ടു ഫോക്കസ്ഡ് ഓൺ മീ എന്നുള്ള ഒരു വിമർശനം ശബ്ദിക്കുന്നുണ്ടായിരുന്നു. വിച്ച് ഞാൻ പിന്നീട് അത് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇങ്ങനെയുള്ള ടെക് ടോക്സിലൊക്കെ you have to project yourself as example. ശബരിയുടെ വിമർശനം ശരിയല്ലെന്ന് ഞാൻ റൂൾ ഔട്ട് ചെയ്തതാണ്. ഞാൻ നിങ്ങളുടെ ഒരു മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ വീറ്റോ ചെയ്തു. എന്താ കാരണം എപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനം നമ്മളെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അതാണ് അങ്ങനെയുള്ള ടോക്കിൽ എപ്പോഴും. എന്നാലും എനിക്ക് ഞങ്ങൾ നേരത്തെ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞൊരു സംഭവമായിരുന്നു. ശബരി എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ വലിയ സർവജ്ഞപീഠം കയറി എന്നൊന്നും വിചാരിക്കണ്ട, അവിടെ താഴെ നിന്നാൽ മതി എന്നുള്ള ഒരു. അപ്പോൾ ആ ഒരു തോട്ട്, ആ ഒരു ചിന്ത ശബരിയുടെ മനസ്സിലും എന്നുമുണ്ട്. ശബരിയുടെ സ്വന്തം കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ഹമ്പിൾ ആയിരിക്കണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം, ചവിട്ടി നിൽക്കണം എന്നുള്ള ഒരു വാശി ശബരിക്ക് എന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു വളരെ ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാടാണ്, ഒരു സമീപനമാണ്, ഒരു മൂല്യമാണ്. തീർച്ചയായും. ശബരി ചേട്ടാ, ഐ ഹാവ് നോൺ യു സിൻസ് ഐ വാസ് എ സ്മോൾ ബേബി. ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ ഓടിക്കളിച്ച് വളർന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നിങ്ങളുടെ വീട്ടിനകത്ത് കുറേ സ്റ്റെയർ കേസ്, എൻ്റെ വീട്ടിലന്ന് സ്റ്റെപ്പൊന്നും ഇല്ല. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വീട്ടിനകത്ത് സ്റ്റെയർ കേസ്, അടുത്ത ലെവലിലേക്ക് പോകാനൊക്കെ വേണ്ടി ഞാനിങ്ങനെ വീട്ടിനകത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഹൗസും അമ്മയുടെ ഭക്ഷണവും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആൻഡ് ഐ ഹാവ് ടു ആസ്ക് യു വെരി വെരി സ്മോൾ ക്വസ്റ്റ്യൻ. Achan is from the same field, I mean politics ആണ്. അപ്പം what do you want to do for people out there? What is your dream എന്നാണ് എൻ്റെ ചോദ്യം. ആൻഡ് ഓൾസോ ദിവ്യ യു ഹാവ് മൈ ലൈക്ക് എന്താ പറയുക, നമ്മൾ ഒരേ സ്കൂളാണ്, ഹോളി ഏഞ്ചൽസിൽ നമ്മൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ദിവ്യ അങ്ങനെ ആയിപ്പോയി. സോ ഒരു സ്കൂളിൽ നിന്ന് എന്ത് സംഭവിക്കാന്നുള്ളതിൻ്റെ പ്രൂഫാണ് രണ്ട് എക്സ്ട്രീമായിട്ട് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ് ദിവ്യ. വൈ ഡു യു ലവ് ശബരി സോ മച്ച്? As a pearly style. കൊച്ചുനാളില് തൊട്ടടുത്തടുത്തുള്ള വീടായിരുന്നു. ഒരു വയസ്സ് 2 വയസ്സൊക്കെ ആയി അതെ, ഒരു സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ സമയത്ത് ഞാൻ അടുത്ത കാലത്ത് ജെവി ജംഗ്ഷനിൽ തന്നെ മാണിയങ്കളും പേളിയുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ഈ പേളിയാണ് പിന്നെ ആ കുട്ടിയായെന്നുള്ളത് എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തില്ല. പിന്നെ അതിനുശേഷം സംസാരിച്ചു വന്ന ആ കുട്ടിയാണ് ഈ കോലത്തിലായെന്നുള്ള അറിയില്ല. ആ രഹസ്യം ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്.
ഞാനും മാനയങ്ങളും പേളിയാണ്. എനിക്ക് പിന്നെ ഇത് ദിവ്യ വഴി പിന്നെ പേളി വാട്സാപ്പ് ചെയ്തു. പേളി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാവർക്കും എന്താണ് സ്വപ്നം എന്നുള്ളത്. അപ്പം ഞാൻ സ്വപ്നം കാണുന്ന ഒരാളാണ്. പക്ഷെ എന്നോട് ഞാൻ തന്നെ പറയുന്നൊരു കാര്യം, ഇപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രൊഫഷണൽ ഞാൻ കാണിക്കുന്ന ഒരു സത്യസന്ധതയുണ്ട്, ഒരു ഓണസ്റ്റി ഉണ്ട്. അത് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷെ എത്ര സീനിയർ ആയാലും ആ ഒരു സത്യസന്ധത അങ്ങനെ തന്നെ നിലനിർത്തുക. അത് നിലനിർത്തുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് സൊസൈറ്റി. അല്ലാതെ കപട നാടകങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എന്നെ അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നാനുള്ള കാരണം ആ ഒരു സത്യസന്ധത ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അങ്ങനെ തന്നെ വണ്ടിയങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ദിവ്യ, why do you love Shabari this much? ആ ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല. എന്താ കാരണം യു ലവ്, ദാറ്റ്സ് ഇറ്റ് അല്ലേ? അതായിരിക്കും എൻ്റെ കാരണങ്ങളില്ലാതെ പ്രണയിക്കുന്ന എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാകണമെന്നില്ല. കുന്തേരയുടെ പുസ്തകം വീണ്ടും എടുക്കേണ്ടി വരുന്ന കാരണം അറിയാം, ഒരു ധൈര്യത്തിന്. ദിവ്യ, ആരോടാദ്യം? ദിവ്യയോട്. ശബരിയിൽ ഇല്ലാത്ത വേണമെന്ന് ദിവ്യ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ശബരിയിൽ ഇല്ലാത്ത എന്നാൽ വേണമെന്ന് ദിവ്യ ആഗ്രഹിക്കുന്നു. കൂടുതൽ റൊമാൻറ്റിക് ആവുക, കൂടുതൽ റൊമാൻറ്റിക് ആകുക, കുറച്ച് കുഴപ്പമില്ല. ശബരി, ദിവ്യയുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനിയും പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്വപ്നം കളരിപ്പയറ്റ് പഠിക്കാൻ. അത് വേണമെന്ന് ഒരു കാരണവശാലും ശബരി ആഗ്രഹിക്കുന്നില്ല. ഒരു ആയുധങ്ങളും വേണ്ടതില്ല. ദിവ്യ IAS നേടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഇനിയും തുടരും, സാമൂഹ്യ പ്രവർത്തനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കും, കലാപ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കും. ന്യൂറോ സർജറിയിൽ പ്രവേശിച്ചതായിരുന്നു. അതിനുശേഷമാണ് IASലേക്ക് MD പൂർത്തിയാക്കിയില്ലേ? 5 ഇയർ കോഴ്സാണ് MCH ന്യൂറോ സർജറി. അതിൽ പ്രവേശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ പ്രണയകഥ സിനിമയായാൽ നായിക നായകന്മാർ ആരാകണം? മമ്മൂട്ടി ശോഭന, മോഹൻലാൽ മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ നസ്രിയ, വേണു നാഗവള്ളി ശോഭ. ശബരിയോടുള്ള പ്രണയം വെളിപ്പെടുത്താൻ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടുക? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമാൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. ഗംഭീര പാട്ട്. ശബരി നോക്ക്, ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് ദിവ്യ പാട്ട് പാടുന്നു. എന്നിട്ടും കൂടി ഈ ട്രോളിനെ ഭയന്ന് എന്തുകൊണ്ടാണ് ശബരിക്കൊപ്പം ജോലി ചെയ്യേണ്ടി വന്നാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും തിരഞ്ഞെടുക്കുക? Which one do you prefer? Suppose if you want to work with you. Health. അതേ ഓടി രക്ഷപ്പെടുമോ? ഇല്ല. ശബരി എന്ന വ്യക്തിയോട് അടുപ്പം, ഫസ്റ്റ് സ്പാർക്ക്, രൂപഭംഗി, വായനശീലം, കാര്യപ്രാപ്തിയുള്ള MLA, വിദ്യാഭ്യാസം, എന്താണ് ഫസ്റ്റ് സ്പാർക്ക്? ശബരിയുടെ പുറമേക്കുള്ള ഭാഗിക ഘടകങ്ങളിൽ പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് ശബരിയുടെ ഒരു പമ്മിയ ചിരി. ചില സിനിമകളിൽ മോഹൻലാല് ചില കാണിച്ചിട്ട് ആ ഒരു സാമ്യം തോന്നുന്നുണ്ടോ? അത് വെട്ടിയൊതുക്കിയ താടി, വളരെ സൗമ്യമായ രീതിയിലുള്ള സംസാര രീതി. ഏതാണ് പെട്ടെന്ന് ആ ഒരു ചിത്രം മോഹൻലാൽ സ്റ്റൈൽ തന്നെയാണ്. അപ്പൊ അഭിഷേക് ബച്ചനും മോഹൻലാലും കൂടെ ചേർന്ന രൂപമാണ്. അഭിഷേകമായിരിക്കും. ഫേസ്ബുക്കിലേക്ക് കയറുന്നില്ല. ഞാൻ ഫേസ്ബുക്കിലില്ല. സുഖായി. ശബരി ജീവിതം ആകെ മാറ്റിമറിച്ചത് മിലാൻ കുന്തേര, ഡോക്ടർ ദിവ്യ, IAS, രാഷ്ട്രീയം, എന്തായിരുന്നു? Which one changed your life? ജീവിതം ഇങ്ങനെ മാറാനും
ദിവ്യയെ കാണാനുമുള്ള കാരണം രാഷ്ട്രീയമാണ്. അപ്പൊ രാഷ്ട്രീയം തന്നെയായിരിക്കണം പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയക്കാരെ താറടിക്കുന്ന സിവിൽ സർവീസ് സിനിമകൾ കാണുമ്പോൾ എന്തായിരിക്കും മാനസികാവസ്ഥ? ഞാൻ സിനിമയായിട്ടേ കാണാറുള്ളൂ. അതിനോട് ഒരു ദേഷ്യവും ഒന്നുമില്ല. അത്തരം സിനിമകൾ കാണുമ്പോൾ ദിവ്യക്ക് എന്താണ് തോന്നുന്നത്? ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് അടിക്കാറുണ്ട്. എന്തെങ്കിലും IAS അക്കാഡമി വർഷാവർഷം എന്ന് പറഞ്ഞ് കോമഡി അടിക്കാറുണ്ട്. ഇത് എന്റെ ചോദ്യമല്ല, ജീവിതത്തിലുണ്ടായ ചില ബ്രേക്കപ്പുകൾ ശബരിക്ക് നൽകിയ പാഠം എന്താണ്? ആളുകളെ കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ലവ് ഷുഡ് ബി ലിറ്റിൽ മോർ കൺസിഡറേറ്റ് and we should know each other perfectly. അല്ലാത്തതൊന്നും ശാശ്വതമല്ല, സ്ഥായി. ഇതൊക്കെ ദിവ്യയോട് പറഞ്ഞിട്ടുണ്ടോ? Did you share all those things with ദിവ്യ? മെച്യൂർ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 18 വയസ്സിൽ കല്യാണം കഴിക്കുന്നവരല്ല. Being a matured individual, did you share all those things with ദിവ്യ? നമ്മളൊക്കെ ഫ്യൂച്ചർ ലുക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. എന്തായാലും പിന്നെ ശബരിക്ക് നയന്ത്ര ചാതുര്യമുണ്ട്, വളരെ വിദഗ്ധമായി. പിന്നെ ഞാൻ ശബരി അങ്ങ് വിട്ടു എന്ന കാരണം വെച്ചാല് സാധാരണ രീതിയിൽ ഞാൻ ഒരു 4-5 ചോദ്യങ്ങൾ പക്ഷേ വിട്ടു. ഞാൻ വളരെ സമാധാനപ്രിയനാണ്. അതുകൊണ്ട് ശബരി, പൊതുപ്രവർത്തനം മതിയാക്കാം എന്നൊരു തോന്നൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായ? അങ്ങനെ ഉണ്ടാവില്ല. ചോദ്യത്തില് ഇതില്ല, പ്രസക്തി. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ശബരിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്താണ്? അച്ഛൻ GK ഷിജി കാർത്തികൻ ഞങ്ങളുടെ ഒക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. എത്രയോ 30 വർഷത്തെ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഒരുപാട് കാലം. ഒരുപക്ഷെ ആ അച്ഛൻ്റെ ദീപ്തമായിട്ടുള്ള സ്മരണയും അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലെഗസി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയതും അതുപോലെ ആ ലെഗസി പങ്കുപറ്റാൻ വേണ്ടി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ അച്ഛനായിരിക്കും. കാരണം അച്ഛൻ എപ്പോഴും ഈ IAS, അച്ഛൻ തന്നെ പണ്ട് SM കോളേജിൽ പഠിക്കാൻ പോയത് IAS ആയില്ല. അച്ഛൻ ഏറ്റവും കൂടുതൽ പക്ഷേ ആരാധന ഉള്ളത് ഒരു പ്രൊഫഷൻ IAS എന്നുള്ള ആളുകളോടായിരുന്നു, ഡോക്ടർമാരോടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഉള്ള ഒരാളെ വീട്ടിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എവിടെ നിന്നായാലും സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ആദ്യമേ ദിവ്യ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഐ തിങ്ക് വൺ തിങ് ദാറ്റ് ഷീൽ ഡെഫിനറ്റ്ലി മിസ്. ദിവ്യ നമ്മുടെ കുടുംബത്തിൽ മിസ് ചെയ്യുന്നത് കാരണം എല്ലാവരും ദിവ്യയോട് സംസാരിക്കുമ്പോൾ പഴയ ആളുകൾ, കൂട്ടുകാർ, സീനിയേഴ്സ് എല്ലാം അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. ദിവ്യ ഒരുപക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു നൈർമല്യവും കിട്ടില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് അതൊരു ദിവ്യയോട് പറഞ്ഞിട്ടില്ല, എനിക്കത് ഉണ്ട്. എന്തായാലും ശബരി, ദിവ്യ, JB ജംഗ്ഷൻ്റെ എൻ്റെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാം ഹാർദമായിട്ടുള്ള ആശംസകൾ. ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, സന്തോഷം വരട്ടെ, ഒരുപാട് റൊമാൻസ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ്. എല്ലാവിധ ആശംസകളും. ഇത്രയും നേരം JB ജംഗ്ഷനിൽ